ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അതൊരു ആഴത്തിൽ തിരയുന്നതിന് വേണ്ടിയുള്ള ഡിവൈസാണ്. KSS 16 ആയിരിക്കണം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതാണെങ്കിൽ കൃത്യമായ പരിശോധന നടത്താൻ കഴിയും. ആ മണ്ണിനടിയിൽ ലോഹഭാഗങ്ങളുണ്ടോ, ഈ വാഹനത്തിൻ്റെ ലോറിയുടെ ലോഹഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ പൈപ്പ് ലൈനുകൾ എന്തൊക്കെ കടന്നു പോകുന്നുണ്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ്. അത് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. ഇപ്പോൾ ഈ ലോറി, വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോറി വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൽ നദിയുടെ ആഴത്തിലേക്കാണ് പോയിട്ടുള്ളതെങ്കിലും ഈ ഒരു ഡിവൈസിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുന്നില്ല എന്നതും അതിൽ അനുകൂലമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ തെരച്ചിലിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് 7ാം ദിവസമാണ് ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ വരുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കുന്നു. AK അഭിലാഷ് കേൾക്കാമെന്ന് കരുതുന്നു. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടങ്ങിയോ? ഈ അല്പസമയങ്ങൾക്ക് അല്പസമയങ്ങൾക്കകം തന്നെ ഈ പരിശോധന ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 7 മീറ്റർ മുതൽ 15 മീറ്റർ വരെ ആഴത്തിൽ ഈ മെഷീന് കൊണ്ട് പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്നിരുന്ന GPRന് ഏതാണ്ട് 4 മീറ്റർ മാത്രം അകലത്തിലുള്ള വസ്തുക്കളെ മാത്രമേ കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. അത് തന്നെ ഇത്തരത്തിലുള്ള മണ്ണിൽ ആ ഒരു സംവിധാനം 1.5-2 മീറ്റർ വരെ മാത്രമേ പ്രായോഗിക തലത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ശക്തിയേറിയ ഈ സ്കാനർ കൊണ്ടുവന്നതോടുകൂടി ഈ തെരച്ചിൽ വളരെ എളുപ്പമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ മെഷീൻ വന്നാൽ മാത്രമേ നമുക്ക് ആ സ്ഥലം സ്പോട്ട് ചെയ്തുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഇന്ന് രാവിലെ തന്നെ എത്തിക്കണമെന്നുള്ള ആവശ്യവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉയർന്നു വന്നിരുന്നു. ഇതിനെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മെഷീൻ ഉടൻ തന്നെ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ കരസേന ഈ ഭാഗത്തേക്ക് വന്ന സമയത്ത് അവർ സാങ്കേതികമായി ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഒരുപക്ഷെ അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ അത്തരത്തിലുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും ഇവിടെ വന്നതിന് ശേഷം കരസേന പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ എന്തൊക്കെ ആയുധങ്ങളും എന്തൊക്കെ ഉപകരണങ്ങളുമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ഓർഡർ ചെയ്യുകയും ചെയ്യും. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇപ്പോൾ ഈ മെഷീൻ, ഈ സ്കാനർ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ഈ മെഷീൻ ഉപയോഗിച്ചുള്ള പരിശോധന സാധ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലം നിരപ്പാക്കേണ്ടതുണ്ട്. ആ സ്ഥലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുക. ഒരുപക്ഷെ ഇത് വരുന്ന സമയത്ത് അത്തരത്തിൽ നില പരിശോധന സാധ്യമായിട്ടില്ലെങ്കിൽ ആ നില ഒരുക്കേണ്ടതിന് ഒരു സമയമുണ്ട്. അതായത് JCB ഉപയോഗിച്ച് അതിന്റെ മുകൾ ഭാഗം നിരത്തി ഒക്കെ വേണ്ടി വരും അത്തരത്തിൽ പരിശോധനയിലേക്ക് പോകാൻ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സമയം വേണ്ടി വരും. ഏതായാലും അഭിലാഷ്, ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന്റെ പ്രത്യേകത അത് 0 മുതൽ 50 സെന്റിഗ്രേഡ് വരെ ഉള്ള ഏത് താപനിലയിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അതിലെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് കരുത്തുറ്റ ഒരു നിർമ്മാണമുള്ള ഒരു മെറ്റൽ ഡിറ്റക്ടറാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഹെഡ് കോയിലുള്ള സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ പരിശോധനാ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ടെലിസ്കോപ്പിക് പോളൊക്കെയുള്ള സംവിധാനമാണോ എന്നുകൂടി നോക്കുക. അതിന്റെ ഏത് തരത്തിലുള്ള KSS 16 ആണ് എന്നുണ്ടെങ്കിൽ അത് അത്യന്താധുനിക സംവിധാനം തന്നെയാണ്. ലോ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഡീപ് സെർച്ച് നടത്താൻ കഴിയും. പോൾ അടക്കമുള്ള ഉപകരണമായിരിക്കാം ഒരുപക്ഷെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സായുധ സേനയൊക്കെ ഉപയോഗിക്കുന്നത് ആ രീതിയിലുള്ള ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ്. അതേ സംവിധാനം തന്നെയാണോ അവിടെ എത്തിച്ചിരിക്കുന്നത് എന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അപകടമുണ്ടായ സ്ഥലത്ത് ഇനി നടത്താൻ പോകുന്നത്. അഭിലാഷ്, അതിന്റെ ദൃശ്യങ്ങൾ എത്തിക്കൂ.